മുല്ലശ്ശേരി പാടൂരിൽ വില്ലേജ് വിന്റേജ് ഔട്ട്ഡോർ വെന്യൂ പ്രവർത്തനമാരംഭിച്ചു. പാടൂർ പൈനിയിൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് വാണിവിലാസം UP സ്കൂളിന് സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്. വിവാഹ സൽക്കാരങ്ങൾ, പിറന്നാൾ ആഘോഷങ്ങൾ, കുടുംബ സംഗമങ്ങൾ, വിവാഹ നിശ്ചയങ്ങൾ, മീറ്റിംഗുകൾ, കലാമത്സരങ്ങൾ, സാഹിത്യ സമാജങ്ങൾ തുടങ്ങി ഏത് ആഘോഷങ്ങളും ഇനി തുറന്ന വേദിയിലാകാം. ആഘോഷങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കാനായാണ് പൈനിയിൽ ഗ്രൂപ്പ് ഈ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളായ MK ഹബീബ്, റിനിത കബീർ, മുൻ പഞ്ചായത്ത് അംഗം AT അബ്ദുൽ മജീദ്, അസ്കർ അലി തങ്ങൾ, മുസ്തഫ പൈനിയിൽ, സത്താർ പൈനിയിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. ഒരു കൺഫൈൻഡ് എൻക്ലോസ്ഡ് വേൾഡില് നേച്ചറായിട്ട് അതുപോലെ തന്നെ എൻവയറൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ വില്ലേജ് ഈ പ്രോഗ്രാമിന് നമ്മുടെ കഴിഞ്ഞ കാലത്ത് ആ ഓപ്പൺ സ്പേസില് വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാംസും വെഡിങ് സെറിമണീസും മറ്റു ഫംഗ്ഷൻസ് എല്ലാം വളരെ മനുഷ്യർ തമ്മിൽ വളരെ അടുപ്പവും ഇന്ററാക്ഷനും കമ്മ്യൂണിക്കേഷനും നടന്നിരുന്നു. പക്ഷെ ഇന്ന് ഈ കാലത്തില് അതെല്ലാം നഷ്ടപ്പെട്ടൊരു യാന്ത്രികമായ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡില് നമ്മള് ട്രാപ്ഡ് ആണ്. പക്ഷെ അതിന്റെ വ്യത്യസ്തമായി നമ്മള് ഒരു ഓപ്പൺ സ്പേസിലേക്ക് വീണ്ടും ഒരു വില്ലേജ് വിന്റേജ് എന്ന പേരിൽ നമ്മൾ ഈ ഓർഗനൈസേഷന് തുടക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സായം സന്ധ്യയിൽ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. പൈനിയിൽ പ്രദേശിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വില്ലേജ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺവെൻഷൻ ഹാളല്ലെങ്കിൽ തന്നെ ഓപ്പൺ എയർ ഹാൾ തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും പാർക്കിംഗ് സൗകര്യം, അതുപോലെ തന്നെ വായു, കാറ്റ്, വെളിച്ചം എല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ഓപ്പൺ എയറിലുള്ള എല്ലാവരും കൂടിയിരുന്ന് ചെയ്യാനുള്ളൊരു സംഗതിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് വാണിവിലാസം സ്കൂളുണ്ട്, തൊട്ടപ്പുറത്ത് ഹൈസ്കൂളുണ്ട്, ആസ്പത്രി ഉണ്ട്. പാടൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. പാടൂർ വെങ്കട പഞ്ചായത്തിനെയും മുല്ലശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവരെ ഈ പൈനിൽ പ്രദേശത്തിനായിട്ട് നമ്മൾ അവരെ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ളതാണ്. അവരെല്ലാ വ്യക്തികളെയും, സത്താറിനായാലും മുസ്തഫാനായാലും അക്ബറിനായാലും ഹനീഫയായാലും അസീസായാലും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.